ഈ ഒരു നോർമൽ അക്യുപഞ്ചറും ന്യൂറോ അക്യുപഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഹോൾ ബോഡിയിൽ വരുന്നതാണ് അക്യുപഞ്ചർ. അതിൽ ന്യൂറോയും വരുന്നുണ്ടെങ്കിൽ പോലും ഒട്ടുമുക്കാൽ ആൾക്കാരും അതങ്ങനെ ചെയ്യാറില്ല. പലപ്പോഴും പലരും ബോഡി അക്യുപഞ്ചർ മാത്രമാണ് ചെയ്യുന്നത്. ബോഡിയിൽ മാത്രം നീഡിൽ ചെയ്യുന്നതിനാണ് ബോഡി അക്യുപഞ്ചർ. ന്യൂറോ അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ അതിൽ ബ്രെയിൻ മാപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ സ്ട്രോക്ക് കേസസ്, പോസ്റ്റ് സ്ട്രോക്ക് കേസസ്, പാർക്കിൻസൺസ്, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ്, പാർക്കിൻസൺസ് അല്ലെങ്കിൽ പിന്നെ ഹാഫ് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, വീൽ ചെയർ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ അതുപോലെ സ്കിസോഫീനിയ കണ്ടീഷൻ, അതുപോലെ സെർബ്രൽ പാൾസി, ഓട്ടിസം, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ഹൈലി എഫക്റ്റീവ്, ADHD, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഈ ന്യൂറോ സംബന്ധമായ, പ്രത്യേകിച്ച് മൈഗ്രെയിൻ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ന്യൂറോ അക്യുപഞ്ചർ കൊടുക്കുന്നത് നമ്മൾ. അത് തലയിൽ നമ്മൾ ചില പെർട്ടിക്കുലർ പോയിന്റ്സിൽ നീഡിൽ ചെയ്തിട്ട് ഇലക്ട്രിക് സ്റ്റിമുലേഷൻ കൊടുക്കുക. ENMS എന്നാ പറയാം, ഇലക്ട്രോ ന്യൂറോ മസ്കുലർ സ്റ്റിമുലേഷൻ എന്ന് പറയും. പിന്നെ ബ്രെയിൻ മാപ്പിംഗ് സിസ്റ്റം എന്നൊക്കെയാ പറയാം.